ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറിയൊന്നും വേണ്ട ട്ടോ. അത്രയും ടേസ്റ്റുള്ള നമുക്കിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഈ റെഡ് കളർ ചിക്കന് നമുക്ക് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചിക്കന് നമ്മൾ എന്തിലേക്കും ആയിക്കോട്ടെ കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഈ ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് തക്കാളി, അതായത് ഒരു തക്കാളി ഇട്ടാ അതുപോലെ ഒരു അര കപ്പ് ചെറിയ ഉള്ളി കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ടാക്കിയത്, കുറച്ച് വെളുത്തുള്ളിയുടെ അല്ല് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ എണ്ണയിലേക്ക് തന്നെ ഇത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേവായിട്ട് കിട്ടണം. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇത് ചെറുതായിട്ടൊന്ന് വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു ടൈമിൽ നമുക്കിതാ ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കപ്പ് അരിപ്പൊടി കൂടി ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം മൊത്തത്തിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്തായാലും ഈ ഒരു വെള്ളം തികയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി മൊത്തത്തിലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം വെള്ളം ഇനി ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത്. അതിൻ്റെ ഇപ്പോൾ ഞാനിത് ചിക്കൻ ഫ്രൈ ആക്കിയത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, തക്കാളിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ടില്ല, അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നോക്കാം അതിലേക്ക് ഉപ്പ് വേണോ എന്നുള്ളത്. നമ്മൾ വളരെ കുറച്ച് ഉപ്പ് മതിയാവും ചിക്കനിലും. അതുപോലെ തന്നെ തക്കാളി അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മാവ് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഒരു മാവ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വേഗത്തിലായി കിട്ടും. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ടെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടും അതുപോലെ തന്നെ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുമാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്.
അപ്പോൾ ഒരു ചിക്കൻ്റെ പീസസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, ബൈ.